പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഹായ്, ഗുഡ് മോർണിംഗ് TVM തിരുവനന്തപുരം. ഗുഡ് മോർണിംഗ്, വെരി മോർണിംഗ്. നമസ്കാരം. ഞാനിങ്ങനെ ഒരു പോരാട്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു, വിളിക്കുന്നു ലോകത്തുനിന്ന്. അപ്പൊ ഞാൻ അത്ര ഉപകാരം അവർക്ക് തിരിച്ചു ചെയ്തില്ല. അപ്പോൾ അവരെന്നെ എൻ്റെ വൾഗാരിറ്റിയും എൻ്റെ ഡ്രസ്സും എൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു അവരെ ചാനൽ റീച്ചിന് വേണ്ടി പരിശ്രമിച്ചത്. ഓരോരുത്തർക്കും ഓരോ അപ്പൊ ഞാൻ അവരൊന്നും കൊടുത്ത് ചാനൽ റീച്ചിന് പരിശ്രമിക്കുന്നില്ല. എനിക്ക് തന്നെ ഉപകാരത്തിന് നന്ദി. ചെറുതായിട്ട് അതായത് സ്കിപ്പ് ചെയ്യാതെ കാണണം. ചേടാ, അവളെ ശരിക്കൊന്ന് കാണാൻ പറ്റില്ലല്ലോ. അതിനെന്താ, അവളെ ശരിക്കും ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. ഞാനും ഒരു 18 വയസ്സ് കഴിഞ്ഞ് പ്രതികരണ ശേഷിയുള്ള എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കും നിയമമുണ്ട്. എനിക്കും 18 കഴിഞ്ഞു. ഇതാണ് അന്നദാന രേഖ. ഞാൻ കാക്കല്ല, ഇതാണ് ഒരു കൈ. എനിക്കും 18 കഴിഞ്ഞു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം 18 കഴിഞ്ഞവരാണല്ലോ. 18 കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാം. എന്തും കാണിക്കാം, എന്തും പ്രവർത്തിക്കാം. ഇങ്ങനെ കൈയിടാം. ഒരു അധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിടലിന് ഇവർക്കൊരു വിഷയമല്ല. മാത്രമല്ല, അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. മനസ്സിലായല്ലോ? ഈ ആൺ സുഹൃത്ത് പെണ്ണിന്റെ ടോപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോ പ്രശ്നമില്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാ എനിക്ക്? നാറ്റ കേസ് തൽക്കാലം ആരോടും പറയണ്ട. നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും ഉളുപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്താൻ എന്താ? എന്താടാ ഇത്, രാവിലെ അത് ഒലിപ്പിച്ചു തുടങ്ങിയോ? എന്റെ അഭിപ്രായങ്ങൾ പറയാൻ എന്തേ? എനിക്ക് വീഡിയോസ് ഇടാൻ എന്തേ? എനിക്ക് നഗ്നത കാണിക്കാൻ എന്തേ? എന്താ ഇവിടെ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്ത? പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ. ഞാനത് വാദിക്കാൻ വരുന്നില്ല. അത് തന്നെ 18 വയസ്സ് കഴിഞ്ഞ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കൂ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ 18 വയസ്സ് കഴിഞ്ഞ പലരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. സെക്ഷുവലി, മെന്റലി, ഫിസിക്കലി എൻജോയ്മെന്റ് മാക്സിമം എൻജോയ് ചെയ്യുന്ന സ്ഥലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ്. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. പിന്നെ ഒരു കുട്ടികളെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്കും എന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ എന്റെ ആസ്വാദനത്തിന് എനിക്കും സ്പേസ് ഉണ്ട്. എനിക്കും ഇതുപോലുള്ള ക്യാമ്പസിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളെ കൂടെ കിടക്കാം, ഇരിക്കാം, ആസ്വദിക്കാം. എന്റെ നഗ്ന വീഡിയോന് നിങ്ങൾക്ക് എന്താ ഇത്ര അസ്വസ്ഥത? ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരും. നഗ്ന വീഡിയോസ് ഇട്ടോണ്ടിരിക്കും. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാൻ ഈ വിഷയം വെച്ച് കോടതി പോയി കഴിഞ്ഞാൽ എന്നെ സ്ഥലം മാറ്റിയവനും എനിക്കെതിരെ എഴുതിയിട്ടവനൊക്കെ കുടുങ്ങും. ഞാൻ നോക്കട്ടെ. നിങ്ങൾ എന്തിനാ എന്നെ എന്തിനാ എതിർക്കുന്നു? എനിക്ക് എന്റേതായ ആഗ്രഹങ്ങളും എന്റേതായ
പലതും ഉണ്ട്. അത് ഞാനും ചെയ്യുന്നു. നിങ്ങൾ എന്തിനാ എതിർക്കുന്നു? എനിക്ക് എന്റെ അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. എന്റെ ശരീരം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എനിക്കിഷ്ടമുള്ള ആളെ കൂടെ എൻജോയ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ജോലി സമയത്തിന് ശേഷം. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി, ഞാൻ മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? നീ ഒരുത്തിയണ്ടി കാരണം. ഞാൻ എന്ത് ചെയ്തു അമ്മച്ചി പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആട്ടിന്റെ കാലിന്റെ മുട്ടി ഞാൻ